ഇന്ത്യയിൽ ഓരോ വർഷവും 1.2 ലക്ഷം സ്ത്രീകൾക്ക് സെർവിക്കൽ ക്യാൻസർ ബാധിക്കുന്നുണ്ട്. ഇതിൽ 80,000-ഓളം സ്ത്രീകൾ ഈ അസുഖം കാരണം മരണപ്പെട്ടു പോകുന്നുണ്ട്. അതായത് ഏകദേശം ഓരോ 7 മിനിറ്റിലും ഒരു സ്ത്രീ എന്ന രീതിയിൽ സെർവിക്കൽ ക്യാൻസർ കാരണം സ്ത്രീകൾ മരണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രക്കും ഭീകരനായിട്ടുള്ള ഒരു ക്യാൻസറിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അത് ഒരു വൈറസാണ്. HPV എന്നറിയപ്പെടുന്ന ഹ്യൂമൻ പാപ്പില്ലോമ വൈറസ് കാരണമാണ് പ്രധാനമായിട്ടും സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകുന്നത്. ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ എങ്ങനെയാണ് കിട്ടുകയെന്നറിയോ? അതായത് സെക്ഷുവൽ കോണ്ടാക്റ്റിലൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴിയാണ് ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ ലഭിക്കുക. പക്ഷേ ഈ വൈറസിൻ്റെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായാൽ തന്നെ ആദ്യകാലങ്ങളിൽ അതിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളോ തിരിച്ചറിയത്തക്ക രീതിയിലുള്ള സിംറ്റംസോ ഒന്നും ഉണ്ടാകില്ല. പിന്നീട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് സെർവിക്കൽ ക്യാൻസറായിട്ടോ വജൈനൽ ക്യാൻസറായിട്ടോ വൾവൽ ക്യാൻസറായിട്ടോ അല്ലെങ്കിൽ പുരുഷന്മാരിലാണെങ്കിൽ പിനൈൽ ക്യാൻസറായിട്ടോ ആനൽ ക്യാൻസറായിട്ടോ ഒക്കെയാണ് ഇത് പിന്നീട് കാണപ്പെടുക. അതുപോലെ തൊണ്ടയിലുള്ള ചില ക്യാൻസറുകൾക്കും HPV എന്ന് പറയപ്പെടുന്ന ഈ വൈറസ് കാരണമാണ്. പക്ഷേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമുക്ക് ഈ വൈറസ് മുഖാന്തരമുള്ള ഇൻഫെക്ഷനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരനായിട്ടുള്ള ഈ ക്യാൻസറിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും എന്നാണ് അർത്ഥം. എങ്ങനെയാണ് നമ്മൾ ഈ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുക? ഈ ക്യാൻസറിനെ നമ്മൾ എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുക? സ്ത്രീകൾ ഈ ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള HPV എന്ന് പറയപ്പെടുന്ന വൈറസിനെതിരെയുള്ള വാക്സിനേഷൻ എടുക്കുന്നത് വഴിയാണ്. ഈ വാക്സിനേഷൻ എടുക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം 11 to 14 ആണ്. 11 മുതൽ 14 വയസ്സ് വരെയാണ്. അങ്ങനെ പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ശരീരത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ആൻറ്റിബോഡി പ്രതിരോധം ഉണ്ടായിരിക്കണം. അതായത് വൈറസ് ശരീരത്തിൽ എത്തുന്നതിന് മുന്നേ തന്നെ വാക്സിനേഷൻ കാരണമുള്ള പ്രതിരോധം ഉണ്ടായിരിക്കണം എന്നാണ് അർത്ഥം. ഒന്നുകൂടെ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ആദ്യമായിട്ട് ഏർപ്പെടുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ വൈറസിനെതിരെയുള്ള പ്രതിരോധം ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പോൾ അതിന് ഈ ഏജ് ഗ്രൂപ്പിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ ഈ ഏജ് ഗ്രൂപ്പിൽ എടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് അപ് ടു 26 ഇയേഴ്സ് വരെ നമുക്ക് വാക്സിൻ എടുക്കാം. ചില കേസുകളിൽ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം 45 വയസ്സ് വരെയും വാക്സിൻ എടുക്കാം. പക്ഷേ സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടായതിന് ശേഷം പിന്നീട് വാക്സിൻ എടുക്കുന്നതിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു ഫലപ്രാപ്തി ലഭിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ ഭാരത സർക്കാർ 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് ഇപ്പോൾ ഈ HPV വാക്സിനേഷൻ എടുക്കുന്ന ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലുൾപ്പെടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ വാക്സിനേഷൻ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഫെബ്രുവരി 28 തുടങ്ങിയിട്ടുള്ള 90 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിൻ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാക്സിനേഷനെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകൾ കാരണമോ അന്ധവിശ്വാസങ്ങൾ കാരണമോ ഒക്കെ പല രക്ഷിതാക്കളും തങ്ങളുടെ കുട്ടികൾക്ക് ഇത് എടുത്തു കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ വാക്സിനേഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ മക്കൾക്ക് ഭാവിയിൽ ഇത്തരം ക്യാൻസറുകൾ വരുന്നതിന് പ്രതിരോധിക്കാനുള്ള ഏക മാർഗമാണെന്ന് മനസ്സിലാക്കി 14 വയസ്സ് പൂർത്തിയായ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വാക്സിൻ എടുത്തു കൊടുക്കണം. നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു സംഗതിയുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾ ക്യാൻസർ വന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. അത് വരാതിരിക്കാനുള്ള വഴികൾ നമ്മളുടെ മുമ്പിലുണ്ടാകുമ്പോൾ അത് സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.